സ്പോട്ട് ലൈവ് തുടരുന്നു. തൃശൂർ ചേലക്കരയിൽ ആൾക്കൂട്ട മർദ്ദനം. ഓട്ടോ തൊഴിലാളിയെ മർദ്ദിച്ച സംഘം ഓട്ടോറിക്ഷയും തല്ലിത്തകർത്തു. വെങ്ങാനല്ലൂർ സ്വദേശി അനീഷിനാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ ചേലക്കര പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ആളെന്റെ കഴുത്തിന് പിടിച്ചു. അപ്പൊ ഞാൻ കൈ തട്ടി മാറ്റിയപ്പോ ആള് മുഖത്തടിച്ച് എണ്ണാക്കി മാറ്റി. സംഭവം വളച്ചൊടിച്ചു. അതിനുശേഷം പുള്ളിയുടെ ആളുകൾ വിളിച്ചു കൊണ്ടുവന്ന ഒരു 15-18 മേലെ ആളുകളുണ്ട്. എന്നെ വളഞ്ഞിട്ട് തല്ലി, വണ്ടിയുടെ ഗ്ലാസിന്റെ ചില്ല് തല്ലി പൊട്ടിച്ചു. എന്നെ ഇവിടെ ഒക്കെ തല്ലിയുണ്ട്. ഹോസ്പിറ്റലിൽ പോയി, പക്ഷെ എനിക്ക് ഇന്ന് കാലത്ത് ഒട്ടും വയ്യ. വീണ്ടും അഡ്മിറ്റ് ആവാൻ പോവാണ്. നവമി ദിനേശ് ചേരുന്നു വിശദാംശങ്ങളുമായി. നവമി, ഈ അനീഷ് എന്ന ഓട്ടോറിക്ഷ തൊഴിലാളിയെ മർദ്ദിക്കാനുള്ള കാരണം എന്താണ്? ഈ മർദ്ദിച്ച സംഘത്തിലുള്ള ആളുകളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? പോലീസ് നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? പോലീസിൽ നിന്നും വിവരം ലഭിക്കുമ്പോൾ ഉതുവടി സ്വദേശികളാണ് ഈ അനീഷിനെ മർദ്ദിച്ചതെന്ന് മനസ്സിലായിട്ടുണ്ട്. എന്തായാലും അവരെ കുറിച്ചുള്ള അന്വേഷണത്തിലാണ്. ഉടൻ തന്നെ ഇവരെ പിടികൂടാൻ കഴിയുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്നലെ രാത്രിയാണ് ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത്. 9 മണിയോടെ ചേലക്കരയിൽ നിന്നും ഉതുവടിയിലേക്കായിരുന്നു അനീഷിന്റെ ഓട്ടോയിലേക്ക് ഒരു വ്യക്തി കയറിയത്. ഉതുവടി സ്വദേശിയാണ്. അയാൾ പോകുന്ന വഴിയിൽ ആദ്യം ഒരു കടയിൽ കയറുകയും പിന്നീട് മറ്റൊരു കടയിൽ കയറി, അങ്ങനെ ഓട്ടോ പലയിടങ്ങളിലായി നിർത്തി. പിന്നീട് ഉതുവടിയിലെ വീട്ടിന് സമീപം എത്തി. ആ സമയത്ത് അനീഷിനോട് ആ സമയത്ത് ഏകദേശം 10 മണിയാകുന്നു. അനീഷിനോട് പറയുന്നു, തിരിച്ച് ചേലക്കരയിലേക്ക് ഒന്നും കൂടി പോകണം, തനിക്ക് കുറച്ച് പച്ചക്കറികൾ വാങ്ങാനുണ്ടെന്ന്. അപ്പോൾ അനീഷ് പറഞ്ഞു 10 മണിക്ക് ശേഷം താൻ വണ്ടി ഓടില്ല, തനിക്ക് വീട്ടിൽ പോകേണ്ട ആവശ്യമുണ്ട്. അതിനാൽ ഈ യാത്രക്കാരനെ ഉതുവടിയിൽ ഇറക്കി വിട്ട ശേഷം അനീഷ് പോകുമെന്ന് പറയുന്നു. പക്ഷേ ഇത് യാത്രക്കാരന് ഇഷ്ടപ്പെട്ടില്ല. ഇതാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് അനീഷ് വ്യക്തമാക്കുന്നത്. അതിനുശേഷം ഓട്ടോയിൽ നിന്ന് ഇറങ്ങുകയും അനീഷിന്റെ മുഖത്തടിക്കുകയും ചെയ്തു. ഈ സമയത്ത് അനീഷ് ഈ യാത്രക്കാരന്റെ കയ്യിൽ തടഞ്ഞു വെച്ചിരുന്നു. ഇതാണ് പ്രകോപനമുണ്ടായത്. ഈ സമയത്ത് തന്നെ ഈ യാത്രക്കാരൻ അയാളുടെ വീട്ടിന് സമീപത്തുണ്ടായിരുന്ന ആളുകളെയും ഒപ്പം മകനെയും വിളിച്ചു കൂട്ടുകയും ഈ ഓട്ടോ ഡ്രൈവർ തന്നെ മർദ്ദിച്ചു എന്ന് തിരിച്ചു പറയുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് ഈ മകനും ഒപ്പം ഈ യാത്രക്കാരനും നാട്ടുകാരും ചേർന്ന് ഈ ഓട്ടോ തല്ലി തകർക്കുകയും അനീഷിനെ മാരകമായി മർദ്ദിക്കുകയും ചെയ്തത്. എന്തായാലും ഇന്നലെ രാത്രി തന്നെ അനീഷ് ചേലക്കര ആശുപത്രിയിൽ ചികിത്സ തേടി. പിന്നീട് വീട്ടിലെത്തിയെങ്കിലും രാവിലെയോടുകൂടി അനീഷിന് കൂടുതൽ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് വീണ്ടും ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയായിരുന്നു. എന്തായാലും ചേലക്കര പോലീസിന് പരാതി നൽകി. തന്നെ മർദ്ദിച്ചതിന് ശേഷം താൻ മർദ്ദിച്ചു എന്ന് കള്ളം പറഞ്ഞുകൊണ്ടാണ് ആളുകളെ വിളിച്ചു കൂട്ടി തന്നെ മർദ്ദിച്ചത് എന്നാണ് അനീഷ് പറയുന്നത്. എന്തായാലും പോലീസ് ഇതിന്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിന്റെ സത്യാവസ്ഥ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും ഇന്നലെ രാത്രി 9 മണിയോടുകൂടിയായിരുന്നു ചേലക്കരയിൽ നിന്നും അനീഷിന്റെ ഓട്ടോയിലേക്ക് ഈ യാത്രക്കാരൻ കയറിയത്. പിന്നീട് 10 മണിയോടുകൂടി വീട്ടിലെത്തുകയും തിരിച്ചു വീണ്ടും ചേലക്കരയിലേക്ക് പോകണമെന്ന് പറയുകയും ചെയ്തു. പിന്നീടാണ് ഈ അനീഷിനെ മർദ്ദിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായത് കേട്ടോ. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. തൃശൂർ ചേലക്കരയിലാണ് ആൾക്കൂട്ട മർദ്ദനം ഉണ്ടായത്. ഓട്ടോറിക്ഷ തൊഴിലാളിയെ മർദ്ദിച്ച സംഘം ഓട്ടോറിക്ഷയും തല്ലി തകർത്തു. സംഭവത്തിൽ ഈ അക്രമികൾക്കെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഈ ആരാണോ ആക്രമണം നടത്തിയത് അവർക്കെതിരെ ശക്തമായ നടപടിയാണ് സ്വീകരിക്കേണ്ടത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.